Radio City Originals. Made in Kerala. Hi, this is Sanish Bhaskaran and Swagatham everyone to Radio City Original Made in Kerala, the show that connects you to iconic Malayalis who have made Kerala proud across the globe. മലയാളിയാണോ എന്ന ചോദ്യത്തിന് ഇവർക്കെല്ലാം പറയാനുള്ളത് ഒരു ഉത്തരമാണ്, അതെ, മലയാളിയാണ്. The guest on today's episode of Radio City Made in Kerala is very special. ഇദ്ദേഹം ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. സൽമാൻ ഖാൻ മുതൽ സണ്ണി ലിയോണി വരെ ഫോളോ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ്. കൂടാതെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മോഹൻലാൽ സാറിൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റാണ് നമ്മുടെ ഗസ്റ്റ്. ഗൂഗിളിൽ മലയാളികൾ ഏറ്റവും അധികം സെർച്ച് ചെയ്ത ഒരു പേരാണ്. ദ മോസ്റ്റ് ഹാപ്പനിങ് നെയിം ഇൻ fashion, film and social media. We have with us Jishad Shamsuddin. Jishad, thank you so much for coming to Made in Kerala. Thank you. Namaskaram, Sanish. ജിഷാദിനെ ലോകം അറിയുന്നത് ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന നിലയിലാണ്. പക്ഷെ ഒരുപാട് പേർക്ക് അറിയാത്തത് ഈ ഫാഷൻ സ്റ്റൈലിംഗ് എന്ന ഒരു ടാഗിനെ കുറിച്ചാണ്. Could you please tell us more about what exactly do you do as a stylist? Fashion stylist is like, it's all about styling the fashion. That's it. അപ്പോ വസ്ത്രങ്ങളിൽ മാത്രമല്ല, ക്ലോത്തിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വീട് അല്ലെങ്കിൽ ഇഫ് നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് വി വിൽ ബി ടേക്കിംഗ് ലോട്ട് ഓഫ് റെഫറൻസ്. അല്ലെങ്കിൽ നമ്മളൊരു ഇനിയിപ്പോ ഭക്ഷണം തന്നെ, ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ആപ്പിൾ ഉണ്ട്. ഈ ആപ്പിൾ ഇന്ന് ഒരുപാട് ടൈപ്പ് ഓഫ് ആപ്പിൾസ് ഉണ്ട്, അല്ലെ? പണ്ടൊന്നും ഞാനൊന്നും എന്റെ ചെറുപ്പത്തിൽ ഗ്രീൻ ആപ്പിൾ കണ്ടിട്ടില്ല. ചിലപ്പോ ഇറ്റ് വിൽ ബി നമ്മുടെ നാട്ടിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം, അത് ഉണ്ടായിരിക്കാം. അപ്പോ ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയാ, ഫാഷനബിൾ ആപ്പിൾസ് വരുന്നു. അപ്പൊ നമ്മൾ ആ പദത്തിനോട് നമ്മൾ ഫാഷൻ ആഡ് ചെയ്യുന്നില്ല, പക്ഷെ ഇതെല്ലാം ഒരു സെയിം ഫോമാറ്റ് തന്നെയാണ്, ഒരു ഫോമുല തന്നെയാണ്. യു മേക്ക് ഇറ്റ് സൗണ്ട് വെരി സിമ്പിൾ, പക്ഷെ ഇത് ഇത്ര സിമ്പിളായ സംഭവം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിലിംസിൽ എന്താണ് ഫാഷൻ സ്റ്റൈലിംഗിന്റെ റോൾ വരുന്നത്? ഈസ് ഇറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി ക്യാരക്ടർ, സ്റ്റോറി? അത് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ ടൈം ഫിലിം ഫാഷൻ എന്ന് പറയുന്നത്, ഫിലിമിൽ ഫാഷന്റെ എലമെന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാ സിനിമയ്ക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ മൂവി ഇറ്റ്സ് ഓൾ അബൌട്ട് ക്യാരക്ടേഴ്സ്. നമ്മൾ അതിൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലുങ്കി കൊടുക്കുന്നത് ഒരിക്കലും നമുക്കൊരു ഫാഷൻ എന്ന് പറയാൻ പറ്റില്ല. ലുങ്കി എന്ന് പറഞ്ഞാൽ ധോത്തിയുടെ പ്രിന്റഡ് വേർഷൻ ലുങ്കീസ് കൊടുക്കുന്നത് ആർക്കും അതൊരു ഫാഷൻ ആയിട്ട് ആരും പറയുന്നില്ല. പക്ഷെ ദാറ്റ്സ് ഓൾസോ എ ഫാഷൻ ഫോർ ദ ക്യാരക്ടർ. വി ആർ ഗിവിംഗ് ദ ബെസ്റ്റ് ഓഫ് അവര് നമ്മളൊരു കോൺസെപ്റ്റ് മാത്രമേ പറയുള്ളൂ. ഒരു കല്ല് പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു മരം വെട്ടുകാരൻ. ഒരു മരം വെട്ടുകാരന് നമുക്ക് ഒരിക്കലും ജീൻസ് കൊടുക്കാൻ പറ്റില്ല. Very much. So we will be giving them ഒരു ധോത്തി. ആ ധോത്തിയിൽ നമ്മളൊരു ഫാഷനബിൾ ആയിട്ടുള്ള, because that character should be stand out from the others. So we will be styling them, styling the character. മലയാളികള് ജിഷാദിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് മോഹൻലാൽ സാറിന്റെ മാറുന്ന സ്റ്റൈലുകൾ കണ്ടിട്ടാണ്. എസ്പെഷ്യലി ഹിസ് പ്രസൻസ് ആൻഡ് ഹിസ് ഓൺ ലൈവ് പെർഫോമൻസ് ആൻഡ് വിസിറ്റ്സ്. We saw a change in his style, actually, something in very particular, which was not there earlier. That's when people started searching it. That's how your name came up on internet. ജിഷാദിനെ സൽമാൻ ഖാനിൽ നിന്ന് മോഹൻലാൽ സാറിലേക്കല്ലേ വരവ്? How did that happen? I met a person called Sajid Hiya, a director, Malayalam movie director. So he invited me for an event called his movie Mohanlal. So മോഹൻലാൽ എന്ന പേരുള്ള സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഞാൻ പോവുകയും അത് കഴിഞ്ഞപ്പോ ആളെ ഒത്തിരി കൂടുതൽ സംസാരിക്കുകയും ചെയ്തപ്പോ ആൾക്കൊരു ജീൻസ് വേണമെന്ന് പറഞ്ഞു. ആൻഡ് ആ ജീൻസ് ഞാൻ ചെയ്തു കൊടുത്തു. And he was wearing that denim for Mohanlal movie promotions in Dubai and Qatar, not Dubai, Qatar, I guess. Yeah, Qatar. അപ്പോ അത് കഴിഞ്ഞ് വന്നു. he introduced me to ശ്രീകുമാർ മേനോൻ, ഡയറക്ടർ. ശ്രീകുമാർ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തിയപ്പോ ശ്രീകുമാർ സാർ we were in touch, ഇടയ്ക്ക് ചാറ്റ് ചെയ്യും, സംസാരിക്കും. അങ്ങനെ ശ്രീകുമാർ സാർ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആർ യു ഇൻ കൊച്ചിൻ? കൊച്ചിനിലില്ല ഞാൻ ആ സമയത്ത്, ഞാൻ ഐ മീൻ ചെന്നൈ. അപ്പൊ പറഞ്ഞു, ടുമാറോ വി ആർ ഷൂട്ടിംഗ് വിത്ത് മോഹൻലാൽ സർ, ആൻഡ് യു ആർ ഗോയിങ് ടു സ്റ്റൈൽ മോഹൻലാൽ സർ. ആൻഡ് ഹി സെൻഡ് മീ സം ഐഡിയാസ്, ദിസ് ഈസ് ദ തിങ് വാട്ട് യു വാണ്ട്. അപ്പൊ ചെന്നൈ, എന്റെ അപ്പോ ലക്കിലി ഐ വാസ് ഇൻ ചെന്നൈ. സോ ചെന്നൈ
നമുക്ക് കൊച്ചിനെക്കാട്ടിലും കുറച്ചും കൂടി സ്റ്റോഴ്സും ബ്രാഞ്ച് അവൈലബിലിറ്റി കൂടുതലാണ്. So I went to all the stores, but I can't find anything according to the reference and all. And I came to Cochin, and I think shoot day morning only I made the design. I made the jacket, and our shoot കഴിഞ്ഞു. ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ അവസാനം, and I was like, you know what, like മോഹൻലാൽ സാർ, അതായത് ഇത്രയും വലിയൊരു സ്റ്റാറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഹൗ എക്സ്പീരിയൻസ്ഡ്, അതൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മള് ദുബായിൽ പോയിരുന്നു, ലണ്ടനിൽ പോയിരുന്നു, അമേരിക്കയിൽ പോയിരുന്നു പറഞ്ഞാൽ വി ആർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മോഹൻലാൽ സാർ. അപ്പോ അതിന്റെ ഒരു സംഭവം അങ്ങനെ അത് കഴിഞ്ഞു. എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല നന്നായിട്ടുണ്ടോ. If I'm styling a normal person, I can ask, is it okay, അല്ലെങ്കിൽ good? Imagine if he's asking me back, like, that is not my job. You have to tell me, is it good or not? Okay. അപ്പൊ I was like, ആ മോഹൻലാൽ സാറിനെ ഇന്നും എത്ര സ്റ്റൈൽ ചെയ്യുമ്പോഴും നമ്മൾ സാറ്റിസ്ഫൈ ആവില്ല. മീൻസ് എന്ത് കൂടുതൽ ബട്ട് വി ആർ സാറ്റിസ്ഫൈഡ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ മോഹൻലാൽ സാറിന്റെ ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. ഐ എം സോറി, ഐ എം ജസ്റ്റ് അതിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഗോയിങ്. മോഹൻലാൽ സാറിന്റെ ഒരു ബിഹേവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് മതിയാവുന്നില്ല എന്ന് തോന്നില്ലേ, അല്ലെ? അപ്പൊ ആ ഒരു അതുപോലെയാണ് സാറിന്. എന്തൊക്കെ നമുക്ക് കൊടുത്താലോ, ഇനി എന്തെങ്കിലും കൊടുത്താലോ, ഇനി എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെയുള്ള ആ ഒരു സംഭവമാണ് മോഹൻലാൽ സാർ. പിന്നെ മുഖത്ത് എപ്പോ നോക്കിക്കഴിഞ്ഞാലും, എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും, ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ കാണാൻ പറ്റുള്ളൂ, ഒരു ചിരി. അപ്പോ സാറിന്റെ മുഖത്ത് ആ ഒരു പ്രസന്നത, ആ ചിരിയും കാണുമ്പോ ഞാൻ നല്ലതായിട്ടാണോ ചെയ്തത്, ചീത്തയായിട്ടാണോ ചെയ്തത്, ഇതൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ്. സോ ദാറ്റ് വാസ് ദ തിങ്. ലൈക്ക് മോഹൻലാൽ സാറിനെ സ്റ്റൈൽ ചെയ്തു, ആൻഡ് അത് കഴിഞ്ഞു. പിന്നീട് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ലൈക്ക് എന്തെങ്കിലും മോഹൻലാൽ സാറിന് എന്തെങ്കിലും പ്രിഫറൻസസ് ഉണ്ടോ? ലൈക്ക് എ ടിപ്പിക്കൽ ബ്രാൻഡ് ഓർ എ കളർ പാറ്റേൺ ഓർ എനി സ്റ്റൈൽ പ്രിഫറൻസസ് വിച്ച് യു ഹാവ്? സാറിന് എപ്പോഴും ഈ ലൈറ്റ് ഷെയ്ഡ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീസ്ഫുൾ കളേഴ്സ് ലൈക്ക് വൈറ്റ്, അതുപോലെ സ്കൈ ബ്ലൂ വൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആക്ച്വലി അതിനൊരു വേറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഈ വൈറ്റും ബ്ലൂവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ. വൺ ഇസ് ലൈക്ക് പീസ്, ഫ്രീഡം, ഇതിന്റെ ഒക്കെ കളേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാറ് ബ്ലാക്ക് ഇട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സാറ് ബ്ലാക്ക് ഡ്രസ്. ഇപ്പൊ എന്നോട് എനിക്ക് കുറെ മെസ്സേജ് വരും, നിങ്ങൾക്ക് ബ്ലാക്ക് കൊടുക്കാറില്ലേ ആ ഇവന്റിന്, ബ്ലാക്ക് ഇട്ട്. അപ്പൊ ആളുകൾക്ക് സാറ് ബ്ലാക്ക് ഡ്രസ്സിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാറിന്റെ ഫേവറേറ്റ് കളേഴ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഈ ബ്ലൂ ഷെയ്ഡ്സ് ആണ്, ഇൻഡിഗോ ഷെയ്ഡ്സ് ആണ് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സാറിന്റെ ക്ലോത്തിങ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ആക്ച്വലി ദ ബെസ്റ്റ് ക്വാളിറ്റി, ദ ബെസ്റ്റ് സെൻസ് what he's having is he don't care about the brand or the cost. അതായത് ഐ മീൻ മോഹൻലാൽ സാറ് ബ്രാൻഡ് നോക്കിയിട്ട് ഒരു വസ്ത്രവും ചൂസ് ചെയ്യാറില്ല, കോസ്റ്റും ചൂസ് ചെയ്യാറില്ല, നോക്കാറില്ല. ഒരു വസ്ത്രം കൊണ്ട് ചെല്ലുമ്പോൾ ആള് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ കംഫർട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ സാർ ചോദിക്കും ഇത് ഏതാ ചോദിക്കും. ഞാൻ പറയും ഇത് ഇന്ന ബ്രാൻഡാണ്, ഇത് ഇവിടെ കിട്ടുമോ? കിട്ടും പറയും. ഇത് കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് പറയും. ഇപ്പൊ ബ്രാൻഡ് ഇരിക്കുമ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് ഒരു ഡിസൈനർ അല്ലെങ്കിൽ നമ്മളൊരു ക്ലയന്റിനോട് പറയുന്ന പോലെ ഓട്ടോമാറ്റിക്കലി അത് വന്നു പോകും നമ്മുടെ. അപ്പൊ നമ്മൾ ആ സമയത്ത് അത് മോഹൻലാൽ സാർ ആണ് ചോദിക്കുന്നത്. കാരണം മോഹൻലാൽ സാറിന് ഇപ്പൊ എന്താണ്, ഞാൻ ആളോട് പറയാണ് ഇത് ചീപ്പാണ്, കുറച്ച് കുറഞ്ഞ കോസ്റ്റ് ആണ് അല്ലെങ്കിൽ കൂടിയ കോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് അതൊന്നും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു സാർ ദിസ് ബ്രാൻഡ് ആൻഡ് ദിസ് ഈസ് വെരി ചീപ്പ് ഓൾസോ, അല്ലെങ്കിൽ പ്രൈസ് കോസ്റ്റ് അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു പോകും. എനിക്കത് പറയാനുള്ളത്, സാറ് ഒരിക്കൽ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ സാറിന്റെ ഫോട്ടോ പോസ്റ്റ് കാണുന്നത്, സാറിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. ആൻഡ് ഹി വാസ് വെയറിംഗ് എ ഡെനിം which is
not even 1,000 rupees, like 999 rupees denim he was wearing. So for him, all about the comfort. എനിക്ക് തോന്നുന്നു you must have created easily 200 to 500 styles for Mohanlal sir, I believe. Out of which is your favorite one? Sanish, I actually അതിന്റെ ഒരു 3 മടങ്ങ് കൂടുതലാവും. It's like nearly 2,000 എന്നൊക്കെ പറയായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം I'm doing his personal styling. Okay. Appo not only movies you watch, like advertisement or events, like his personal dress as well. Okay. And which is my favorite nu parnu kennal, I can't say like one dress or like one style. Yeah, there are many. You can pick 1 or 2 or 3 or 4, we don't mind. ലാലേട്ടനെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കാൻ സന്തോഷം തന്നെയുള്ളൂ. Yeah, most of the time I can say Big Boss, because Big Boss എന്ന് പറയുമ്പോൾ complete fashion elements ആണ്. And because once we know that's Big Boss, so we are styling the Big Boss. Okay. So Big Boss ne Big Boss ആക്കാൻ വേണ്ടി നമുക്ക് എന്തും സ്റ്റൈലും ചെയ്യാം. So that's the best styling, I think, Big Boss. And because of Big Boss, I got many chances and again. And അതുകൊണ്ടാണ് ഞാനിപ്പോ മോഹൻലാൽ സാറിന്റെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് പറയാം. അതായിരുന്നു എൻ്റെ ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ മോഹൻലാൽ സാറിന്റെ സ്റ്റൈലിസ്റ്റ് ആവാനുള്ള ഒരു യോഗ്യത, ഒരു ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു. ജിഷാദിന് ഇൻസ്റ്റാ ബയോഗ്രഫി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് കേരളത്തിന്റെ സ്വന്തം സൂപ്പർ ഹീറോ ആയ മിന്നൽ മുരളി AKA ടൊവിനോ തോമസിന്റെ സ്റ്റൈലിസ്റ്റും ജിഷാദ് തന്നെയാണെന്നാണ്. We want to know how is it working with him? Tovino is actually more than ഞാൻ ടൊവിനോ തോമസിനെ കാണുന്നത് ടൊവിനോ എന്ന് പറയുന്ന ആക്ടർ ആയിട്ടാണ് ഞാൻ കാണാൻ പോകുന്നതും സ്റ്റൈൽ ചെയ്യാൻ പോകുന്നതും. പക്ഷെ ഇറ്റ്സ് ലൈക്ക് വെരി ഫ്രണ്ട്ലി ആൻഡ് ലൈക്ക് ഓൾവേസ് കൺസിഡർ മീ ആസ് എ ബ്രദർ, ആൻഡ് he's also like Mohanlal sir എന്താ പറയാ. And he knows that I do my job well, and he just give me some suggestions, and he will not cross, and he will give a big space. And and most of the times I'm getting, because the movies, I never styled him for any movies. I styled him for personal things, advertisement and events, and for his family functions. And I'm waiting to, now he's the superhero, so so soon I will be styling him for his movies also. Great. Jishad, the celebrity stylist is a super cool tag, but I believe this particular job is also full of pressures and tensions, especially when you're working for a mega brand like Mohanlal. മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ, where you were like stuck and you were thinking, oh my god, ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പ്ലീസ് ടെൽ us. ഇപ്പൊ എനിക്ക് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറയാം, പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് മൊമെന്റ്. That was Big Boss season 3 was going on, and we were Chennai. ഞാനും സാർ നമ്മൾ ചെന്നൈയിലാണ്. At the same time, in the Big Boss കഴിഞ്ഞു വരുന്നു നമുക്ക് very next day, and we will be shooting for a brand called Gold Medal. So I was coordinating everything from Kerala through the phone. So I arranged the outfits, and we got stitched everything, and my people were here, and so I was handling like the entire ad, and Honey Rose was the pair for that ad. So my female assistants, my team was styling for Honey Rose, and I was styling for Mohanlal sir. So idellam nammal coordinate edu through the phone call, and I don't know, ഈ നിമിത്തം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മളുടെ ചിന്തകളും നമ്മൾ എത്ര പ്രോപ്പർ ആയിട്ട് മെഷർമെന്റ്സ് ഉണ്ടെങ്കിലും സ്ഥിരം ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി മിസ്റ്റേക്സ് വിൽ ഹാപ്പൻ. അപ്പോ ഞാൻ ട്രയലിന് പോവുകയാണ് സാറിന്, കാരണം നെക്സ്റ്റ് ഡേ ഷൂട്ടാണ്. സോ ഐ വാസ് ഗോയിങ് ടു ഹിസ് അപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടെ പോയി, അപ്പൊ ആ സ്ഥലത്ത് നിന്നും സിറ്റിയിലോട്ട്, ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ഹാർട്ട്, ഇപ്പൊ ഒരു ലുലു മാൾ ആണല്ലോ, ഇപ്പൊ ലുലു മാളിന്റെ ആ ഒരു ഏരിയ ആണ് ഇപ്പൊ കൊച്ചിൻ സെന്റർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു ഷോപ്പിംഗ് ഹാപ്പനിങ് സ്പോട്ട്. സോ ഞാനൊരു അറൌണ്ട് 8 o'clock, 8 o'clock ഞാൻ ട്രയലിന് പോകുന്നത്.
Oh, I have checked everything, but few shirts, like 2-3 shirts, I was not happy with the fabric because I'm seeing only the colors through the phone from Chennai. I'm seeing only the colors. But fabric quality, നമുക്ക് എത്ര വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാലും എത്ര ഫോണിലൂടെ ഫോട്ടോ അടിച്ചു കഴിഞ്ഞാലും we will not get the exact feel what it is. പിന്നെ എല്ലാവർക്കും ഇപ്പോ ഇവിടെ GSM-ന്റെ ക്വാളിറ്റി പറയാനും GSM-ന്റെ സൈസും അളവും പറയാനൊന്നും അത്രയും പ്രാപ്തരല്ല ഇവിടെ പല ആളുകളും, ഈവൻ ഞാനും. ഇപ്പൊ നമുക്ക് അതിന്റെ പ്രൊഫഷണൽസ് തന്നെ വേണം, അതിനെപ്പറ്റിയൊക്കെ അത്രയും ഡീപ്പായിട്ട് ഫോണിലൂടെ നമുക്ക് അതിനെ അറിയാൻ വേണ്ടിയിട്ട്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ. അപ്പോ ഇതെല്ലാം ചെയ്തു. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ഗീവ് ട്രയൽസ് ഫോർ മോഡൽസ്. ഇറ്റ് വാസ് ലൈക്ക് 4 or 5 outfits. Okay. And 2 suits. Okay. 2 suits and 3 casuals. Only one is just okay. Okay. Just okay. Not good or not nice or not bad. Just okay. And imagine the time is 8 o'clock and ആ സമയം 8:30 ഓളം ആയിക്കൊണ്ടിരിക്കുകയാണ്. And സാറിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ സാർ വാസ് ആസ്കിങ് മീ, Jishad, what we will do now? Tomorrow morning is the shoot. Can you find something from my wardrobe? Okay. He was not blaming me. He was not shouting at me. ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പലരോടും പറയും, താൻ എന്നെ ഒന്ന് തല്ലുമെങ്കിലും ചെയ്യും, തന്റെ വികാരം ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, 4 ചീത്ത പറയും. And he's not saying anything. Sir was like, അയ്യോ എന്താ ചെയ്യപ്പോ, അടുത്തത് എന്താ ചെയ്യാ? ബിക്കോസ് അവൾക്ക് ഇതെല്ലാം നന്നാവണം, എല്ലാം നന്നാവണം എന്നുള്ളതാണ്. അപ്പോ ഞാൻ നോക്കി വാർഡ്രോബിൽ നോക്കിയപ്പോ ഐ ആം ജസ്റ്റ് സേയിങ് ലൈക്ക്, sir, it's okay, I will manage. How? And the time is, and we are here. ഇപ്പൊ ഞാൻ പറഞ്ഞു, sir, just let me call എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കോൾ ചെയ്തു. 5 മിനിറ്റ് സമയം എടുത്തപ്പോ ഞാൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈലിന്റെ സിദ്ധാർത്ഥിനെ വിളിച്ചു. സിദ്ധാർത്ഥ് പറഞ്ഞു, this time I don't think, because 9 o'clock we have to shut down and this pandemic also going on that time. So somehow I felt like there is a chance, and I was requesting him to, can you open the store till 11? Okay. And I can even call if you want a higher level, or like, I can make it, I can call them. So just give me 5 minutes, he said. And he did say, okay. So that 5 minutes, he said, he's going to try. Okay. He will be trying for me or for him or whatever. So ഒരാള് ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക്. At that moment, I came inside from the balcony and I said, sir, it's ready, sir. Okay. It's ready. For me, I got this confident. And if that will also not happening, definitely I will be making it out. Okay. Because that's അതിനാണല്ലോ നമ്മളുള്ളത്. And അവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ചെയ്യണം എന്നൊരു തീരുമാനം നമ്മൾ അവിടെ എടുക്കുകയാണ്. And that will, ഇപ്പൊ നാം പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ പകുതിയും നമ്മുടെ മുഴുവൻ നമ്മൾ കൊടുക്കുക, പിന്നുള്ളതൊക്കെ സംഭവിക്കും. സെക്കൻഡ് പോയിന്റ് അവിടെ വരുന്നത്, I can't ask any advance from the production because they already given me the advance amount. And I don't have that much amount because അഞ്ച് ഔട്ട്ഫിറ്റ് 2 suit എന്നൊക്കെ പറഞ്ഞ, which is, I didn't ask any amount. Sir was asking me, Jishad, you want some money? That's what he said. അപ്പൊ വേണമെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒന്നും പറയുന്നില്ല. ജിഷാദ് വേണോ, പൈസ വേണോന്ന് സാർ വീണ്ടും ചോദിക്കുകയാണ്. അതെ, ഞാൻ 2 തവണ ചോദിച്ചു എന്ന് പറഞ്ഞു. 3ാമത് സാർ, അപ്പൊ ഞാൻ വന്നു, ഒന്ന് ചെറുതായി മോളി, സാറിന്റെ ബാഗിൽ നിന്ന് സാറ് പൈസ തരുന്നു. ഇമാജിൻ, മോഹൻലാൽ സാറിന്റെ ബാഗിൽ നിന്ന് സാറ് പൈസ എടുക്കുന്നു. ആ പൈസ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടുന്നു, കാർ എടുക്കുന്നു, ഒരു 30 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്, വരുന്നു. അപ്പോ ഓൾമോസ്റ്റ് ഒരു 10 ഒക്കെ ആയി കഴിഞ്ഞു. 10 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റോറിന്റെ ഉള്ളിൽ, അപ്പോഴത്തേനും സിദ്ധാർത്ഥ് വിളിച്ചു, ഐ ഹാവ് അറേഞ്ച്ഡ് എവറിത്തിങ്, യു ജസ്റ്റ് ഗോ ആൻഡ് മീറ്റ് ജോസഫ് ആൻഡ് നോ വൺ വിൽ ബി ദെയർ അറ്റ് സ്റ്റോർ ബിക്കോസ് എല്ലാവരും പോയി. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എവറിത്തിങ്. അപ്പൊ എനിക്ക് വേണ്ടി എടപ്പള്ളിയിൽ എനിക്ക് വേണ്ടി ലാൻഡ് മാർക്ക്, അതായത് ലൈഫ് സ്റ്റൈൽ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുമില്ല, കാരണം എനിക്ക് അങ്ങനെ പബ്ലിക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല.
I can't use Mohanlal sir's name. അതായത് ഇത് ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ അത് that will be not good. So I said I got a problem. So this is this എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ സ്റ്റോറിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കോൾ വീണ്ടും വരികയാണ്, ഒരു 10:30 നിയർലി. ആൻഡ് ഇമാജിൻ ആള് ട്രാവൽ ചെയ്ത് വരുന്നു, ഷൂട്ട് കഴിയുന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹീസ് ഗെറ്റിംഗ് ഓൺലി വെരി ലിറ്റിൽ ടൈം, very less time for him in a day or night, whatever, to sleep and spend for his personal, ആ സമയത്ത് ആളും 10:30 he was calling me, Jishad, what is happening? Everything is okay. I said, sir, everything is okay. Everything is okay, sir. I will come for the trial tomorrow early morning. So I said, okay, good night. ആ സമയത്ത് ഞാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. പക്ഷെ നമ്മളെ വിശ്വസിച്ച ഒരു ജോലി അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച ഒരു ദൗത്യം നമുക്ക് തന്നു കഴിയുമ്പോൾ അത് നമ്മളത് ചെയ്യണം. അതിനാണല്ലോ നമ്മൾ അവർ വെച്ചിരിക്കുന്നത്, നമ്മളുടെ റോളും അതാണല്ലോ. ആൻഡ് ഓൾസോ സാറും ആ കാണിച്ചത് അത് തന്നെയാണ്. കാരണം നാളെ സാറ് അവിടേക്ക് ചെല്ലുമ്പോൾ സാറിന്റെ ടീമും ഇത് ചെയ്യണം. ആൻഡ് ഹി വിൽ മേക്ക് ഷുവർ എവറിത്തിങ്. എത്ര തിരക്കിലാണെങ്കിലും എത്ര ടയേർഡ് ആണെങ്കിലും ഹി വിൽ ഡു ദ ട്രയൽസ് ബിഫോർ ദ ഷൂട്ട്. ഐ മീൻ ലൈക്ക് എത്രയാണെങ്കിലും ഇപ്പൊ രാവിലെ വന്ന് നോക്കിയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറിലോ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി he will ask us to come. ഞാനാണെങ്കിലും മുരളിച്ചേട്ടനാണെങ്കിലും he will ask us to come and do the trials because he don't want to make anyone wait, the production or director or the photographer, whatever. So this was actually ഇതിങ്ങനെ ഞാൻ കുറച്ച് ചിരിച്ചിട്ടൊക്കെ പറഞ്ഞെങ്കിലും ആ മൂമെന്റ് വാസ് ആൻഡ് അതായിരുന്നു ഏറ്റവും എനിക്ക് പറയാം എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് അതിനെ പറയാം. കാരണം അത് ഇറ്റ് കെയിം വെൽ. ആ ഒരു 3 hours എടുത്ത സ്റ്റൈലിംഗ് ആണ്. 3 hours കൊണ്ട് നമ്മൾ പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത ഔട്ട്ഫിറ്റ്സ് ആണ് ആ ഒരു അഡ്വർടൈസ്മെന്റിൽ കൊണ്ടുവന്നത്. Alright, so we have got something, a different segment, Jishadine കുറച്ചൊരു ലൈറ്റർ മോഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള from the crisis what you have just said. We thought to put on some smile on your face. It's a segment which has never been tried ever before. It's called Teevra Tee Round. Teevra Tee Round എന്ന് പറയുന്നത് നമ്മളൊരു മലയാളി ഷോ ആയതുകൊണ്ട് നമ്മൾ റാപ്പിഡ് ഫയറിനെ നമ്മൾ ഒന്ന് മലയാളത്തിലേക്ക് മാറ്റി തീവ്രത്തിയാക്കി. ഞാനൊരു മലയാളിയാണ്, അപ്പൊ അതുകൊണ്ട് So are you ready? Perfect. Question number 1. The most stylish actor and actress according to you in Malayalam film industry? In all industry, Mohanlal sir. In Malayalam, Mamta Mohandas. One actor you want to work with if given a chance? You should not ask me this question because I always wanted to work with Mohanlal sir. Great. So next question. What is fashion for you? Jishadine fashion endana? For me, fashion is everything because that's why you got a chance to ask me about fashion. That's changed my life. Great. Mundano trouser ano prefer ചെയ്യുന്നത്? It depends, and now mundu because I'm wearing a mundu now. Perfect. Your favorite Kerala food? എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. Great. What makes a Malayali special? ഒരു മലയാളിയെ സ്പെഷ്യൽ ആക്കുന്ന എന്താണ്? മലയാളിയെ സ്പെഷ്യൽ ആക്കുന്നത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എവറി വൺ വിൽ ആസ്ക്, നിങ്ങൾ മലയാളിയാണോ അല്ലെങ്കിൽ മല്ലു ആണോ എന്ന് ചോദിക്കുന്നത് എന്നോട് സ്പെഷ്യൽ ആണ്. ബിക്കോസ് അത് നമ്മളുടെ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് മനസ്സിലാവും. വി ആർ വെരി അഡോപ്റ്റ് ചെയ്യാനുള്ള കഴിവാണെങ്കിലും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു കാര്യം പഠിക്കാനുള്ളതാണെങ്കിലും. And Malayali speak a lot of language and Malayalis are everywhere. One fashion tip you want to give it to every Malayali? I just want to tell everyone, all the Malayalis, just focus only on the style, only on the fashions. Don't focus on any brands. Wow. Make and wear your comfort clothing and leave your comfort zone. That's it. So that's the advice that's coming from the India's top fashion stylist. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് അത് പരിഗണിച്ചേ പറ്റൂ. Before you leave the show, എനിക്ക് ഒരു റൂമറാണ്, ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. സീംസ് ദാറ്റ് ഇനിയിപ്പോൾ സ്റ്റൈലിസ്റ്റ് ആയിട്ട് മാത്രമല്ല ജിഷാദിനെ കാണാൻ സാധിക്കുക എന്നാണ്. ഇറ്റ് സീംസ് ലൈക്ക് യു ആർ ഗോയിങ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. റൂമറാണ്, ഉറപ്പായിട്ടില്ല, എന്നാലും ചോദിക്കാമെന്ന് കരുതി. വാട്ട് ഡു യു ഹാവ് ടു സേ? ഞാനൊരു 2 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി കുറച്ച് പരിപാടികൾ കൂടി വരാനുണ്ട്. കേട്ടത് സത്യമാണ്. ഇപ്പൊ എന്തായാലും അത് റൂമറായിട്ട് ഇരിക്കട്ടെ. Perfect. And can we expect a label, your fashion label? Yeah, I'm coming up with my clothing line, Jishad Shamsuddin, എന്റെ പേരിൽ തന്നെ. ലൈക്ക് ഷെനലും അലക്സാണ്ടർ മെക്കീനും വാലന്റീനോ ഒക്കെ ചെയ്ത പോലെ കേരളത്തിൽ നിന്ന് ഒരു മലയാളി ബ്രാൻഡ്, ജിഷാദ് ഷംസുദ്ദീൻ. Perfect. We can't wait to see that. Thank you so much for coming to Made in Kerala Radio City Day podcast. You have no idea how thrilled we are to have you as a guest on the show. We wish you all the very best and hope to see you soon on a lot of movies, a lot of fashion shows, and so much. Thank you so much, Sanish, and all the best for you as well. See you soon. Thank you. Made in Kerala, made in Kerala. Radio City Originals.